സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം. ഓക്കെ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ശരിക്കും ഞാനൊരു ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ കൂടാണ്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ആർട്ട് എന്ന് പറയുന്നതും ശരിക്കും ഇതെല്ലാം ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. ഇപ്പം ഇത് ശരിക്കും ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു ടാലൻറ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാര്യം അതാണ് അതുകൊണ്ടാണ് ഇതിനകത്തൊരു ബ്യൂട്ടി ഉള്ളത്. അപ്പോൾ ഇത് ഇന്ന ഫീൽഡെന്നോ അല്ല, ശരിക്കും നമ്മളൊരു സ്പിരിച്വൽ ലൈഫ് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർട്ടിലേക്ക് വരാനായിട്ടുള്ള ഇൻഫ്ലുവൻസ് തന്നെ പള്ളിയുമായിട്ട് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസും എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള, അതായത് അവസരങ്ങൾ കിട്ടിയിരിക്കുന്നതും ഈ പള്ളിയുമായിട്ട് ചുറ്റുമുള്ള അതിനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഞാൻ ആർട്ടിൽ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും സ്പിരിച്വാലിറ്റിയിൽ നിന്ന് തന്നെയാണ്. അപ്പം ഞാനത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വന്നു പോയെന്നല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അകത്തും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നേച്ചറിനെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വലിയൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നേച്ചർ ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും ആക്ച്വലി ഈ സൗണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ചെവി പഠിക്കുന്നത്. അപ്പം ഞാൻ ഈ ചെവിയെക്കുറിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെവി എന്ന് പറയുന്ന നമ്മളെ എല്ലാ ഓർഗൻസും ഇപ്പം ഈ ചെവി പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അമേസിങ്. ഈ ചെവി കൊണ്ട് നമ്മൾ ഈ ചെവിയുടെ ഓരോ പാർട്ട്, ഔട്ടർ ഇയർ മുതൽ ഇന്നർ ഇയർ വരെയുള്ള പാർട്ട് എങ്ങനെയാണോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ടെക്നോളജികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഇതുവരെ നമ്മൾ അതിൻ്റെ റീച്ചിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ബൈനോറൽ എന്ന് പറയുന്നതും അറ്റ്മോസ് എന്നൊക്കെ പറയുന്നതും ആ ഒരു ഫോർമാറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ഇത് ഓരോ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അമേസിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നതും ആ ഒരു എല്ലാത്തിൻ്റെ അകത്തൊരു താളം, ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മ്യൂസിക്കൽ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എനിക്കതൊരു വേറെ അതിനൊരു ഡിഫിക്കൽട്ടീസ്, ഒരു സ്പിരിച്വൽ ലൈഫ് ഒരു ആർട്ടിസ്റ്റിക് ഒരു ആർട്ട് ലൈഫും വേറെ രീതിയിൽ കാണണ്ടോ അല്ലെങ്കിൽ അങ്ങനൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.